ഒരു പ്രൊഫഷണൽ നഴ്സിംഗ് പ്രോഗ്രാം അഥവാ BSc നഴ്സിംഗ് ആണ് നിങ്ങൾ +2 ശേഷം ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ആൻഡ് ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ആണല്ലേ. എന്തുകൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ജോബ് സെക്യൂരിറ്റി മറ്റേത് പ്രൊഫഷനേക്കാൾ കൂടുതൽ ജോബ് സെക്യൂരിറ്റി BSc നഴ്സിംഗിനാണുള്ളത്. 4 വർഷത്തെ കോഴ്സാണ് BSc നഴ്സിംഗ് വരുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ LBS ത്രൂ ആണ് നമുക്ക് 50% സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗവൺമെന്റ് കോട്ട. ബാക്കിത്തെ 50% സീറ്റ് ആണ് അസോസിയേഷൻ ത്രൂ ആയിട്ടും മാനേജ്മെന്റ് ത്രൂ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് മതി. അപ്ലൈ ചെയ്യാനാണ് കേട്ടോ 50% മാർക്ക്. പക്ഷേ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ കാറ്റഗറി ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 94% എബവ് മാർക്ക് വേണം. ഇനി അതല്ല OBC ആണെങ്കിൽ 92 അല്ലെങ്കിൽ 93% മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഒരു കോളേജിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പലപ്പോഴും നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്കിയിരിക്കും. നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റഷിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കോളേജിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് ചിലപ്പോൾ കിട്ടാതെ വരും. ഇനി കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഗവൺമെന്റ് കോളേജിലാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാം 5 വർഷമായിട്ട് മാറും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം നിങ്ങൾ കോഴ്സ് ചെയ്യണം, ബാക്കി 1 വർഷം നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് കോളേജിൽ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് 1 ഇയർ നമ്മൾ ഇന്റേൺഷിപ്പ് ആയിട്ട് ചെയ്തു കൊടുക്കണം. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 കേരളത്തിലെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമുക്ക് അതിന്റെ ഒരു അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ 2025 ചിലപ്പോൾ നമുക്ക് എൻട്രൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുമ്പോൾ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതുവരെ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മെറിറ്റ് ത്രൂ അല്ലെങ്കിൽ മാനേജ്മെന്റ് ത്രൂ തന്നെയാണ് അഡ്മിഷൻസ് എല്ലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ എയ്തർ മെറിറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഇനി ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലങ്കാനയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2024 അവർ നീറ്റ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ സീറ്റ് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ നീറ്റ് എക്സാം മാത്രം നോക്കിയിട്ടില്ല, അതല്ലാണ്ടുള്ള സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എൻട്രൻസ് എഴുതി പാസ്സാകുന്ന കുട്ടികൾക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നീറ്റ് ക്വാളിഫൈ ആയില്ല എന്നോർത്തും സീനില്ല, അവർ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഈ ആന്ധ്രയുടെ തെലങ്കാനയുടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷന് ഹൈ ഫീസ് അവർ മേടിക്കുന്നില്ല. അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി അത്ര സൗണ്ട് അല്ലാത്ത കുട്ടികൾക്ക് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലങ്കാന ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. ഇനി അവർ ഫീസ് കുറവ് മേടിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷന് ഒരു രീതിയിലുള്ള കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്തത് കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ. അവിടെ നമുക്ക് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് KCET എഴുതിയിട്ടാണ് നമ്മൾ കൂടുതലും അവിടെ അഡ്മിഷൻസ് എടുക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് മാനേജ്മെന്റ് കോട്ടയിലും ബാംഗ്ലൂരിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഒരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ കീഴിൽ നിങ്ങൾക്ക് ഹൈ സാലറിയിൽ, ഹൈ പെയ്ഡ് സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഡിഫൻസിന്റെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, മിലിറ്ററി നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ യു ക്യാൻ ഫ്ലൈ എബ്രോഡ്. നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടുത്തെ എക്സാംസ് എഴുതി പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം വിത്ത് എ ഹൈ പെയ്ഡ് സാലറി. ഇതൊന്നുമല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡൂയിങ് PG, MSc നഴ്സിംഗ് നമുക്ക് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായിട്ട് നമുക്ക് കയറാൻ സാധിക്കും. അതും തരക്കേടില്ലാത്ത നല്ലൊരു സാലറി തന്നെ നമുക്ക് അതും ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ കോളേജിന്റെ അഡ്മിഷൻസ് ഇന്ത്യയിലും എബ്രോഡുമായിട്ടുള്ള നഴ്സിംഗ് പ്രോഗ്രാംസിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് us. We are there to help you.